സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ഫേസ്ബുക്കിൽ പ്രത്യേകിച്ച് ഭയങ്കര ആക്റ്റീവാണ്. എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് സ്വന്തം പാർട്ടിക്ക് വേണ്ടി ധാരാളം പറയുന്നു, പാർട്ടിക്കെതിരെ പറയുന്നവർക്ക് വേണ്ടി പറയുന്നു, അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ. സോ ഫേസ്ബുക്ക് MLA എന്നുള്ള വിളിപ്പേരുണ്ട്. പിന്നെ ശരിക്കും പൊതുവെ ആൾക്കാർ പറയുന്നത് MLA ഫുൾ ടൈം ഫേസ്ബുക്കിലാണ് എന്നൊക്കെയുള്ളതാണ്. പക്ഷേ അങ്ങനല്ല. കാരണം ഈ സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എന്നുള്ളത് വലിയൊരു അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്കും വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം. കാരണം ഏതൊക്കെ രീതിയിലാണ് ആളുകൾ ഏതൊക്കെ മീഡിയം യൂസ് ചെയ്താണ് മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ഇതും വേണ്ട. കാരണം അത് പണ്ട് മുതലേ അത് വ്യക്തമായിട്ട് യൂസ് ചെയ്ത് വന്ന ഒരാളാണ്. എന്നെക്കുറിച്ച് അതൊരു ആക്ഷേപ രൂപത്തിൽ ആളുകൾ പറയുന്നത് ശരിയല്ല, അങ്ങനെ പറയാൻ ഉള്ള സാഹചര്യം അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൺടെൻഷൻ. ബിക്കോസ് എന്നേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ ഈ പറയുന്ന PR വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് ഇന്ന് മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും. ഇപ്പം മന്ത്രിമാർക്കൊക്കെ അതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള സോഷ്യൽ മീഡിയ ടീം തന്നെ നമ്മുടെ ഖജനാവിലെ പൈസ ഉപയോഗിച്ചുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഒക്കെ രൂപത്തിലുണ്ട്. നമ്മളതൊന്നും അല്ലാണ്ട് നമ്മൾക്ക് കിട്ടുന്ന സമയത്താണ് നമ്മൾ സ്വയം ചെയ്യാറുള്ളത്. പക്ഷെ അപ്പോഴും ഞാനൊരു ഫേസ്ബുക്ക് MLA എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഒരു പദപ്രയോഗത്തിന് അർഹനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ MLA ആയി തൃത്താല മണ്ഡലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഡേ ടു ഡേ ബേസിസിൽ നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ സാമൂഹ്യ വിഷയങ്ങൾ, സംസ്ഥാന അടിസ്ഥാനത്തുള്ള മറ്റു വിഷയങ്ങൾ, ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങൾ, അതൊക്കെ പറയാനുള്ള ഒരു വേദി. അപ്പോൾ സാധാരണഗതിയിൽ ചില ആളുകൾ അത് പത്രസമ്മേളനം വിളിച്ച് പറയും, പത്രക്കാരെ വിളിച്ച് ബൈറ്റ് കൊടുക്കും. അതിന് പകരം നമ്മൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം എഴുതിയിടുമ്പോൾ അതാണ് എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നാറുള്ളത്. അങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളൂ. ഒരു MLA ആവട്ടെ, പൊതുപ്രവർത്തകരാവട്ടെ, അവരുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ പല ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും, പല ആളുകൾ നമ്മുടെ അടുത്തേക്ക് പല ആവശ്യങ്ങൾക്ക് വരുന്നതും, ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് നമുക്ക് ഇടപെട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നതൊക്കെ അതൊക്കെ നമ്മുടെ ഒരു റൊട്ടീൻ്റെ ഭാഗമാണ്. അതിന് ഓരോന്നിനെയും ഒരു PR കണ്ണോടുകൂടി കണ്ടുകൊണ്ട് അതാ ഞാൻ വലിയ മഹാനാണ്, നന്മയുള്ളവനാണ്, നന്മ മരമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള PR വർക്കുകൾക്ക് ഞാനിതുവരെ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അതും ചെയ്യാട്ടോ, അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ഇതുവരെ അതിന് ബോധപൂർവമായിട്ട് ശ്രമിച്ചിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു 10% ഉണ്ടാവും. എൻ്റെ മൊത്തം പോസ്റ്റുകൾ എടുത്തു നോക്കിയാൽ ഒരു പക്ഷേ ഒരു 10% താഴെയായിരിക്കും ഇങ്ങനെ ഞാൻ ദൈനംദിനം തൃത്താലയിലും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അപ്ഡേറ്റ്സ്. ഇതിനൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ഇപ്പോൾ താങ്കൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് ജനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം തള്ളണമെന്ന് പറയും. നമ്മളാരും തള്ളാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെ പറ്റി നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്താൽ എത്ര പേര് പറയും? നേരെ മറിച്ച് നിങ്ങളൊരു മോശം കാര്യം ചെയ്താൽ അത് പറയാൻ 100 പേരുണ്ടാവും. ശരിയല്ലേ? നമ്മളെല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളെപ്പറ്റി നമ്മൾ തന്നെ പറയണമെന്നേ. നമുക്ക് ഇത്ര വലിയൊരു മീഡിയം ഇല്ലേ, അപ്പം നമ്മൾ പറയണം. അതിന് തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ചും എനിക്കിപ്പോൾ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ആളുകളുമായിട്ട് അനാവശ്യമായിട്ട് തർക്കത്തിലേർപ്പെടുന്ന ആളാണ് എന്നൊരു പ്രതീതി എനിക്കെതിരെ ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ എതിരാളികൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതാണ്, ഞാൻ എൻ്റെ സോഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കാറുള്ളത്. എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അത് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആളുകളായിട്ട് കോൺഫ്രണ്ട് ചെയ്യേണ്ടി വരുമല്ലോ, അപ്പോൾ ചിലപ്പോൾ തർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ആ ഇടപെടലിലൊരു വ്യത്യാസം മറ്റു പലരും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഷയിൽ ആർക്കും മുറിവേൽക്കാത്ത, ആർക്കും വേദനിക്കാത്ത ചില കാര്യങ്ങൾ എഴുതിയിടുക, പിന്നെ അങ്ങ് ഇഗ്നോർ ചെയ്യുക. ഞാനങ്ങനെയല്ല. ചെയ്തത് കൊണ്ട് കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും താങ്കളുടെ പേര് അറിയാമല്ലോ. വീട്ടിൽ പേര് സുപരിചിതനായില്ലേ? അല്ല, ഞാൻ അതിൽ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ കമന്റ്സിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് തോന്നുകയാണ് ഇയാൾ ഇതിനു വേണ്ടി ഇരിക്കുകയാണെന്നാണ്. പക്ഷെ അതൊക്കെ നമ്മൾ യാത്രയുടെ ഇടയിലും ഒക്കെയുള്ള ഫ്രീ ടൈം ഉണ്ടല്ലോ നമുക്ക്. മനസ്സിലായി. ഈ MLA ആയിരിക്കുന്ന സമയത്ത് ആളുകൾ ഞാൻ സമയപരിധി മൂലമാണ് ഞാനിതൊക്കെ ഇന്ററപ്റ്റ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസിൽ ആൻസർ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നത്. ചില സമയത്ത് വീഡിയോ കാണുന്നവർ എന്നെ ചിലപ്പോൾ തെറി പറയും, കാരണം ഇന്ററപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം സമയപരിമിതി ഉണ്ട്. അതുകൊണ്ടാണ് ഈ MLA ആയിരിക്കുന്ന സമയത്ത് ഈ ആൾക്കാർ ഒരു MLA എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യത്തില്ലേ? അതൊരു ശരിക്കും ആളുകൾക്ക്, ജനങ്ങൾക്ക് ആ ഒരു MLA അല്ലെ അവരുടെ നേതാവിനെ കുറച്ചും കൂടെ ഈസി ആക്സസിബിൾ ആയിട്ട് വരുന്നൊരു കാര്യമല്ലേ? ഇപ്പം MLA ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഐ ക്യാൻ ഓൾവേസ് കണക്ട് യു, റൈറ്റ്? അത് ഒരു എപ്പോഴും ഇപ്പം നമുക്ക് എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതുവഴി അവർക്ക് കണക്ട് ചെയ്യാൻ ഈസി അല്ല. അവർക്ക് ചെയ്യാറില്ലേ അങ്ങനെ? അല്ല, തീർച്ചയായിട്ടും. അതിപ്പോൾ ഞാൻ MLA ആവുന്നത് 2011 അറിയാലോ. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കുറേ കൂടി എമർജ് ചെയ്ത് വരുന്നത്. അന്ന് വാട്സപ്പ് പോലും ഇല്ല, ഇൻസ്റ്റയൊന്നും പിന്നെ ഇല്ല.
അപ്പോൾ അന്ന് ഓർക്കുട്ടൊക്കെ കഴിഞ്ഞ് ഫേസ്ബുക്കിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇതിൻ്റെ സാധ്യതകളെ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചിരുന്നു. യഥാർത്ഥത്തിൽ നേരിട്ട് വരുന്ന മെസ്സേജിനുള്ള റിപ്ലൈ മാത്രമല്ല, ഞാൻ ആക്ച്വലി അന്നൊരു പക്ഷേ അന്നത്തെ ഓർമ്മയിലുണ്ടെങ്കിൽ അറിയില്ല, അന്നൊരു വിവാദം പോലും ഉണ്ടായത്, ഞാൻ നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തു. ഞാനത് തയ്യാറാക്കി. അത് തയ്യാറാക്കി ഫൈനൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഡ്രാഫ്റ്റ് ഫേസ്ബുക്കിലിട്ടു. എന്നിട്ട് അതിൻ്റെ മറ്റ് അപ്ഡേറ്റ്സ് ചോദിച്ചു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമൻസും അഭിപ്രായങ്ങളും ഒക്കെ ആളുകളിൽ നിന്ന് ചോദിച്ചു. എനിക്കതിനെ കുറച്ചും കൂടി ഒന്ന് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നഴ്സുമാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് ഒരു പ്രൈവറ്റ് ബില്ലായിട്ട് വെച്ചത്. അപ്പോൾ അത് വലിയ വിവാദമായിരുന്നു. അത് സഭാ നടപടിക്രമങ്ങളുടെ ലംഘനമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സ്പീക്കറുടെ ശാസനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഇപ്പോൾ നിയമസഭാ നടപടികളൊക്കെ ഫുള്ളായിട്ട് വെബ്കാസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് എന്തും അവൈലബിൾ ആണ്, ഓൺലൈനായിട്ടാണ് പല ചോദ്യങ്ങൾ ചോദിക്കുന്ന അടക്കം സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ കാലം മാറുമ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു ഭയാശങ്കയോടെയോ അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും പുതിയ രീതികൾ എല്ലാവർക്കും സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പം നല്ല മാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അക്കാലത്ത് കളക്ടർ ബ്രോ ഒരു ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ എല്ലാ കളക്ടർക്കും പ്രത്യേകം പേജുകളും ഉണ്ട്, എല്ലാവരും അത് മാനേജ് ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് രാഷ്ട്രീയത്തിൽ. അത് നിങ്ങളും ഷാഫി പറമ്പിലായിട്ടുള്ളൊരു ബോണ്ടിങ്ങും ഭയങ്കര ഒരു സുഹൃത്ത് ബന്ധമൊക്കെ ഭയങ്കര പോപ്പുലർ ആണല്ലോ, പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ നമുക്ക് കാണാം. ഷാഫിയെ പറ്റി അധികം ആരോടും പറയാത്ത എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാമോ? ഷാഫി ഇതേ പറഞ്ഞ പോലെ നിയമസഭയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. പക്ഷേ നിയമസഭയിൽ വരുന്നതിന് എത്രയോ മുമ്പ് ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്, അടുപ്പമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷാഫിയുടെ തൊട്ട് സീനിയറായിട്ടുള്ള ഒരു ബാച്ചിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരിക്കുമ്പോഴാണ് പട്ടാമ്പി കോളേജിലെ ഒരു പ്രൊമിനൻ്റ് ആയിട്ട് വളർന്നു വരുന്ന പൊട്ടൻഷ്യലുള്ള ഒരു ചെറുപ്പക്കാരൻ, KSUക്കാരൻ എന്ന നിലയിൽ ഷാഫിയെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഷാഫിയെ ഞങ്ങളെല്ലാം ചേർന്ന് പാലക്കാട് ജില്ലാ KSU ജനറൽ സെക്രട്ടറി ആക്കി, പിന്നീട് ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി. അങ്ങനെയൊക്കെയാണ് ഷാഫി വളരെ രീതിയിൽ എമർജ് ചെയ്ത് വരുന്നത്. അപ്പോഴൊക്കെ എനിക്ക് ഷാഫിയുടെ ഒരു ക്യാരക്ടറിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്, ആളുകളായിട്ട് പെട്ടെന്ന് കണക്റ്റഡ് ആവും, ആളുകളുടെ ഒരു വൈബ് പിടിക്കാൻ പറ്റുന്നുണ്ട്. കുറേ കൂടി എന്താ പറയുക, എളുപ്പത്തിൽ അത് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു രാഷ്ട്രീയ നേതാവിന്, പ്രത്യേകിച്ചും പുതിയ ജനറേഷനിലുള്ള രാഷ്ട്രീയ നേതാവിന് വലിയൊരു പ്ലസ് പോയിന്റ് ആണല്ലോ. അപ്പോൾ അത് എനിക്ക് വലിയ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്.